അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീട്
ഓട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ, ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരുടെ ഭീഷണി ഓർത്ത് ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലങ്കി ചുറ്റുന്നു. അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, with fire fingers, soak with the precious blood. Lord, in peace, Spirit of power and grace. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും, ചിലർക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും, ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത്. അതിങ്ങനെ തറപ്പടിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയൻ്റെ പുസ്തകമാണ്. അപ്പം അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷണൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കേണ്ടതാണത്, പുതിയൊരു അഭിഷേകം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകണില്ലേ? ഈ പറഞ്ഞെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഈ വാർദ്ധക്യം എന്ന് പറയണ പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയണത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അതൊരു പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കണം, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പോൾ ഇതിന് എൻ്റെ മക്കളെ എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ
ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈശോയുടെയും കൃപയാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഇവിടുത്തെ ഉടമ്പടിയെ അനുഭവിക്കുവാനും സാധിച്ചതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡിനോ ചെറിയാൻ. ഇത് എൻ്റെ വൈഫ് ജിനു ജോസഫ്. ഞങ്ങളുടെ 2 കുട്ടികൾ. ഇവിടെ വന്ന് ആദ്യമേ പറയുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ മൂത്ത മകൾക്ക് 2023 മെയ് മാസം H1N1 പനി പിടിച്ചു. അത് പക്ഷേ H1N1 ആണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 6 ദിവസത്തോളം വീട്ടിൽ പാരസെറ്റമോൾ കൊടുത്തു. എന്നിട്ടും പനി കുറയാത്തത് കണ്ടിട്ട് പേരൻസിൻ്റെ നിർബന്ധം കാരണം ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാരെല്ലാം വെരിഫൈ ചെയ്തിട്ടും മരുന്ന് കൊടുത്തിട്ടും പനി കുറയുന്നില്ല. അവസാനം ഇവളുടെ സ്വാബ് ടെസ്റ്റ് ബാംഗ്ലൂരിലേക്ക് അയച്ചു. അവർക്ക് അന്നേരം ഇത് H1N1 ആണെന്ന് ബോധ്യമായി. ഇവൾക്ക് ഏകദേശം അന്നേരപ്പോഴത്തേക്ക് 9 ദിവസമായി. 9ാമത്തെ ദിവസം ഇവൾക്ക് മരുന്ന് കൊടുത്തിട്ടും ഇവൾ ഛർദ്ദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി 9 ദിവസമായിട്ടും ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറഞ്ഞു വരികയാണ്. ഏകദേശം അന്നേരപ്പോഴത്തേക്കും വെള്ളം പോലും കുടിക്കുന്നില്ല. അതുകൊണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഇത് ഛർദ്ദിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിനിടയ്ക്കെല്ലാം എൻ്റെ വൈഫിന് ഉടമ്പടിയെപ്പറ്റി അറിയാം. വൈഫിൻ്റെ അമ്മ നേരത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉടമ്പടിയെപ്പറ്റി അറിയില്ല. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യവും അറിയില്ലായിരുന്നു. അപ്പോൾ വൈഫ് ഇതെല്ലാം പെട്ടെന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ആദ്യമേയൊക്കെ എൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ പള്ളികളിലും നമ്മുടെ അടുത്തുള്ള പള്ളികളിലെല്ലാം, ഞങ്ങൾ കോട്ടയംകാരാണ്, അപ്പോൾ അവിടെയെല്ലാം മാതാവ് ഉണ്ടല്ലോ, എന്തിനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ചെറിയ രീതിയിലൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അന്നേരം കുട്ടി വീണ്ടും മരുന്ന് ഛർദ്ദിക്കുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് അവസാനം ഭയങ്കര സങ്കടമുണ്ടായി. ഈശോയെ, ഞാൻ പണ്ട് മുതലേ ഈശോയുമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ജപമാലയും ചൊല്ലാറുള്ള വ്യക്തിയായിരുന്നു. അപ്പം മനസ്സിലേക്ക് ഉടമ്പടി എടുക്കാൻ ഒരു ബോധ്യം വന്നു. ഞാൻ വൈഫിനോട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ആ മൊമെൻറ്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് ചിലപ്പം വേറെ കമ്പനിയുടെ മരുന്ന് കൊടുത്താൽ ഈ പനി ചിലപ്പോൾ കുറയായിരിക്കും, കുട്ടിക്ക് അലർജി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കമ്പനിയുടെ മരുന്ന് ഞങ്ങൾ വാങ്ങി. ആ നേരത്ത് തന്നെ എൻ്റെ വൈഫിൻ്റെ അനിയൻ വന്ന് ഇവൾക്ക് കരിക്കും വെള്ളം കൊടുത്തപ്പോൾ ഇവൾ 2 ഗ്ലാസോളം കഴിച്ചു വളരെ സ്പീഡിൽ. അപ്പോൾ മരുന്ന് കൊടുത്തു. അന്ന് വൈകുന്നേരം തന്നെ ഇവൾക്ക് പനി വിട്ടുമാറി. അത്രയും ദിവസം വയറ്റിൽ നിന്ന് പോകാതെ ഭക്ഷണം കഴിക്കാത്ത കുട്ടി അന്ന് രാത്രിയിൽ വയറ്റിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ചു. അത് ഡോക്ടറിനെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പനി നോക്കുമ്പോൾ പനിയില്ല, കുട്ടി ഉഷാറായി, ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നതല്ലേ, കുട്ടി ആകെ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്കല്ല ഈ ഉടമ്പടി എന്താണെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞ് വൈഫിന് പിറ്റേ ആഴ്ച തന്നെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ മാസം 3-ാം തീയതി വൈഫ് തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം നമ്മൾ ആദ്യമേ നിയോഗം വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂത്ത കൊച്ചിന് അന്ന് 3 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുവാൻ ആരെയും കിട്ടുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് അങ്ങോട്ട് വരുവാനുള്ള ഒരു സാഹചര്യമല്ല. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വൈഫിൻ്റെ വീട്ടിൽ കുട്ടിയെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് അവളെ അംഗൻവാടിയിൽ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവളെ വിടുമ്പോഴെല്ലാം അവൾ കരച്ചിലും ബഹളമായിരുന്നു. ഞങ്ങൾ വഴക്കുകളൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അത് ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചു. അതുപോലെ തന്നെ വൈഫിനും എനിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ ജോലിയോ ലഭിക്കണമെന്ന് വെച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന ആദ്യത്തെ നിയോഗവും വെച്ചു. അപ്പോൾ പ്രാർത്ഥനകളിലൊക്കെ പുറകോട്ട് ആയിരുന്ന ഞാൻ പയ്യെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ തുടങ്ങി. വൈഫും നല്ല പണ്ട് പോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ എറണാകുളത്ത് സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ ഇരുന്ന ആളായിരുന്നു, പക്ഷേ ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. എൻ്റെ വീട്ടിലാണേലും പ്രാർത്ഥനയുടെ എല്ലാം ഐശ്വര്യങ്ങൾ കൂടി വന്നു. അപ്പോൾ എൻ്റെ കുട്ടി ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി ധ്യാനം കഴിയാറായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വരുവാണ്, എൻ്റെ വൈഫിൻ്റെ അമ്മയുടെയാണ്. അപ്പം പറഞ്ഞു കുട്ടിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പാ ഞാൻ അംഗൻവാടിയിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കിനി പോലെ അംഗൻവാടി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ നിയോഗം ഇങ്ങനെ സാധിച്ചപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസം കൂടി. അതിനിടയ്ക്ക് ഞങ്ങൾ ജപമാല റാലിക്ക് വന്നപ്പം വൈഫിൻ്റെ കാലിന് ചെറിയ പരിക്കുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് വൈഫ് ജപമാല റാലിയിൽ 12 കിലോമീറ്ററോളം നടന്നത്. വൈഫിൻ്റെ ഒരു വിരൽ ഒടിഞ്ഞായിരുന്നു. എന്നിട്ട് അത് വെച്ചാണ് ജപമാല റാലി അത്രയും പങ്കെടുത്ത് ജപമാല ചൊല്ലിയേ. അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഉടമ്പടി ഞാൻ തന്നെ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ വൈഫിനൊരു മെയിൽ വന്നു. വൈഫ് അറ്റൻഡ് ചെയ്ത
എറണാകുളത്തെ ഒരു നല്ല കമ്പനിയിൽ, ഏറ്റവും നല്ല കമ്പനിയിൽ തന്നെ വൈഫിന് ജോലി മാറ്റം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത നിയോഗവും സാധ്യമായി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും എനിക്ക് പശ്ചാത്താപം, ഞാൻ ഈ ഉടമ്പടി ഞാൻ എടുക്കാമായിരുന്നെന്നുള്ള രീതി. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ വൈഫിൻ്റെ അമ്മയും എന്നോട് പറയുന്നുണ്ട്, ഡിനോ എടുക്കുമായിരുന്നു, ഇച്ചിരി നന്നായിട്ട് ചെയ്യാമായിരുന്നു, കാരണം ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ജിനുവിന് തലവേദനയും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്, ഡിനോയ്ക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇനി എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഡിസംബറിൽ ചെല്ലുമ്പം ഉടമ്പടി പുതുക്കി തീരുമ്പോഴത്തേക്കും ഡിനോ എടുത്തോളാം എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എൻ്റെ പപ്പായ്ക്ക് ശ്വാസമുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അതിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ പപ്പ പള്ളിയിൽ പോകുമ്പോൾ, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, ഞങ്ങളുടെ കോട്ടയംകാരായതുകൊണ്ട് കയറ്റവും ഇറക്കമുള്ള സ്ഥലങ്ങളാണ്, കയറ്റം കയറുമ്പോൾ ഭയങ്കര ശ്വാസമുട്ടൽ വരുന്നു എന്ന് ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പപ്പായ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഓർത്ത് ഈ ഉടമ്പടിയിലായിരുന്നിട്ട് കൂടി, വൈഫ് ഉടമ്പടിയിലായിരുന്നിട്ട് കൂടി ഇങ്ങനെ വന്ന് എന്തുകൊണ്ടെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ച്, എന്നോട് എല്ലാവരും ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നല്ലോ, അപ്പം എനിക്കും മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ മേലായിരുന്നു. പക്ഷേ അതുകൊണ്ടല്ല, എടുക്കാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴല്ലേ ഇത് ആക്ച്വലി ഞങ്ങൾ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് പപ്പായ്ക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് ഇത് പോയില്ല. അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ ആ ബ്ലോക്ക് എല്ലാം മാറ്റാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ആഴ്ച തന്നെ വന്ന് ഇവിടെ ജനുവരി അവസാനം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനമെടുത്ത് വന്നു. ഉടമ്പടി എടുത്ത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് വചനം വായിക്കുവാനും അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ചെയ്യുവാനും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ എന്നിട്ടിപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സീറോ മലബാർ സഭയാണ്. അപ്പോൾ അവിടെ കുർബാനയുടെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിലെ നിയോഗമായിട്ട് പിറ്റേന്ന് വന്ന് പുതുക്കാൻ വന്നപ്പം 3 മാസം കഴിഞ്ഞപ്പോൾ വന്ന് വച്ചു. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിനാൽ എന്നെയും കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമെന്ന് ആദ്യത്തെ നിയോഗം വെച്ചു. അപ്പം പപ്പ ഹാർട്ടിൻ്റെ ബ്ലോക്ക് കഴിഞ്ഞ് എല്ലാം തിരിച്ചു വന്നപ്പം പപ്പായ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പപ്പായ്ക്ക് പള്ളിയിൽ പോകാനുള്ള താല്പര്യങ്ങളൊക്കെ കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് എല്ലാ കുടുംബാംഗങ്ങളെയും കാര്യമാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ പപ്പായ്ക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് പിറ്റേ ഞായറാഴ്ച തന്നെ പപ്പ തന്നെ പള്ളിയിൽ പോയി നടന്നാണ് പോയതെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറിനെ റിവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ പപ്പ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പഴയ അവസ്ഥയിലേക്ക് വരികയാണ്, അപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ എനിക്ക് സന്തോഷം വന്നു. എല്ലാ ദിവസവും കൃത്യമായി അവിടെയും പ്രാർത്ഥനകളും രാത്രി സന്ധ്യാപ്രാർത്ഥനകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഉടമ്പടി അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് 87ാമത്തെ ദിവസം വൈഫിന് ചെറിയ ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെട്ടിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കും വൈഫിനെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ വൈഫിൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടി ഉദരത്തിലുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പരിശുദ്ധ അമ്മ ഈശോ വഴി തന്ന ഒരു കുട്ടിയായിട്ട് ആണ് ഇതിനെ ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു. പക്ഷേ വൈഫിന് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമെല്ലാം വന്നു. അപ്പോൾ വൈഫിൻ്റെ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോമിൻ്റെ ഓപ്ഷൻ കുറവാണ്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനത്തെ 2 മാസമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ 2 മാസം ഓൾറെഡി ആയി, ഇനി ബ്ലീഡിങ് മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല, അപ്പോൾ ഇരുന്നുള്ള ജോലികളും ഒക്കെ ഓഫീസിൽ പോയാൽ ശരിയാവില്ല, ഓഫീസിൽ പോയാൽ സ്റ്റെപ്പുകളൊക്കെ കയറേണ്ടി വരും, അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടമ്പടി ഉപ്പും ഞങ്ങൾ ലാപ്ടോപ്പിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ മെയിൽ അയച്ചു. മെയിൽ തിരിച്ച് പിറ്റേ ദിവസം തന്നെ HR പറഞ്ഞു, നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുവാണെങ്കിൽ ഈ മൊത്തം വർക്ക് ഫ്രം ഹോം തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടനടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ സാങ്ഷനായി. ഇതെല്ലാം ആ ഉടമ്പടി പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് പെട്ടെന്ന് നടന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസം കൂടി. പക്ഷേ എനിക്കറിയാം ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണെന്ന്. അത് മുന്നോട്ട് പോയി 3 മാസത്തെ ട്രൈമസ്റ്റർ കഴിഞ്ഞപ്പം ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പൂർണ്ണമായും ബ്ലീഡിങ് നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഒരു കരുണയായിട്ട് ഞങ്ങൾ കൃപയായിട്ട് കണ്ടു. പക്ഷേ ഇതിനിടയ്ക്കെല്ലാം എനിക്ക് കൃപാവരം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് ബൈബിളിൽ നിന്ന് തന്നെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈബിള് വിശ്വാസപ്രമാണം ചൊല്ലി വായിക്കാൻ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ അപ്പം അത് ഞാൻ
അത് കണ്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ലൂക്കാ സുവിശേഷൻ്റെ 2-ാം അധ്യായം 14-ാം അധ്യായമാണ്. ആട്ടിടയന്മാർക്ക് കിട്ടുന്ന സന്ദേശമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും കാലം എനിക്ക് പലവിധ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര അപ്സെറ്റ് ആകുന്നതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം എനിക്ക് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്നുള്ള ഒരു ചിന്തകൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് പപ്പായുടെ ബ്ലോക്ക് വന്നപ്പോഴോ ഭാര്യയ്ക്ക് ബ്ലീഡിങ് വന്നപ്പോഴോ ഒന്നും ഒരു വിഷമവും തോന്നിയില്ല. കാരണം ദൈവം ഇടപെടുമെന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ ദൈവകൃപയുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ സമാധാനത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോഴുള്ള ഈ കുമ്പസാരത്തിൻ്റെ 2 ആഴ്ച തെറ്റിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് അസ്വസ്ഥതകൾ പല രീതിയിൽ, ഭാര്യയുമായി വഴക്കുകളാകാം, അല്ലെങ്കിൽ കുട്ടിയായിട്ട് വഴക്കുകളാകാം, ഓഫീസിലെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളാകാം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ അന്നിപ്പോൾ പള്ളികളെല്ലാം ഈ അടഞ്ഞു കിടക്കുന്നതാണെങ്കിലും ഞങ്ങൾ അങ്ങ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോയി ഞങ്ങൾ കുമ്പസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്ററുകൾ പോയി ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ വൈഫിന് വർക്ക് ഫ്രം ഹോം ആണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ ഡെലിവറിയുടെ നേരത്ത് വൈഫിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ അതിലും കൂടുതലാണ്, വൈഫിനുള്ളതിനേക്കാളും കൂടുതലാണ്. നോർമലി അതങ്ങനെ വരുന്നതാണ്. പക്ഷേ കുട്ടിക്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ ഹൈ ആയിട്ടാണ് ഹാർട്ട് ബീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഹാർട്ട് ബീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അപകടമാണ്, അല്ലെങ്കിൽ സിസേറിയനിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസംബർ 16-നാണ് കുട്ടി ഉണ്ടാകുന്നത്. ഡിസംബർ 15-നാണ് ഡോക്ടർ ഇത് പറയുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വയറിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വൈകുന്നേരം ഞങ്ങളിങ്ങനെ വീണ്ടും ഇതിൻ്റെ ടെസ്റ്റിന് വേണ്ടി ചെല്ലുവാണ്. അപ്പോഴും നോക്കുമ്പം വീണ്ടും ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവരുദ്ദേശിച്ച രീതിയിൽ എത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ മകളെയും കൊണ്ട് ഞാൻ വന്നതാണ്, മകൾക്ക് ബ്ലീഡിങ് ആണ്. ഇപ്പം 7 മാസം ആകുമ്പോൾ ഇപ്പം 4 തവണ കുട്ടികൾക്ക് ഉണ്ടായി. പക്ഷേ 7 മാസം ആകുമ്പോഴത്തേക്ക് അബോർഷനായി പോവാണ്. ഇത് 7 മാസം കഴിഞ്ഞ് 8-ാമത്തെ മാസമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ വൈഫിൻ്റെ അമ്മ എൻ്റെ വലത് സൈഡിലുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നമ്മുടെ പത്രം കൊടുക്കുവാൻ പറഞ്ഞു. പത്രം ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്കറിയാം ഡിസംബറിലെ പത്രമാണെന്ന് എനിക്കറിയാം. അതിലെ 4-ാമത്തെ പേജിൽ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായ കുട്ടി ഒരു കുഴപ്പവും കൂടാതെ പ്രസവിച്ചു ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന വാർത്ത അതിൽ സാക്ഷ്യം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളാണല്ലോ സാക്ഷ്യങ്ങളായിട്ട് അതിൽ വരുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. അപ്പം ഞാനും അമ്മയും കൂടെ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് ധൈര്യപൂർവ്വം വിശ്വാസത്തോടുകൂടി വായിച്ചാൽ മതി, ഈശോ ആ മകളെ സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. അത് പറഞ്ഞ് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് അവരത് വായിച്ചു. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൊക്കെ വിശ്വാസമാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും പരിശുദ്ധ അമ്മയെ വിശ്വാസമാണ്. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് മേടിക്കുന്ന ഉടമ്പടി കാശ് രൂപം അല്ലാത്ത കാശ് രൂപം ഉണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് കൊടുത്തു, അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർക്ക് കൊടുത്തു. അത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളുടെ ബ്ലീഡിങ് നിന്നു, അത് പണ്ട് സ്റ്റിച്ച് ഇട്ടതെടുത്തു നിന്ന് വന്ന ബ്ലീഡിങ് ആണ്, അത് വീണ്ടും സ്റ്റിച്ച് ഇച്ചിരൂടെ ടൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് ബ്ലീഡിങ് നിന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയാൽ മതി 2-3 ദിവസം, അത് കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും അകത്ത് ഇങ്ങനെ സംഭവിക്കും, ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇത് വന്നു. കാരണം ഞാൻ അത്രയും നേരം പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒന്നും ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ജിനു തന്നെ, എൻ്റെ വൈഫ് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, ഹാർട്ട് ബീറ്റ് നോർമലായി, നാളെ നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഡെലിവറിക്ക് ഉടമ്പടി തൈലം തേച്ച് കുരിശടയാളം വരച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ മാലാക കൊച്ചിനെ കിട്ടി. അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഈ വെള്ളത്തലമുടിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോഴത്തേക്ക് ആദ്യമേയൊക്കെ ഞാൻ ഓർത്ത് ഉടമ്പടി എടുത്ത ശേഷം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു. അപ്പോൾ വൈഫും ചോദിക്കുന്നുണ്ട്, ഡിനോ എന്തെങ്കിലും ഉടമ്പടിയിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആലോചിച്ചിട്ടും ഞാൻ കുമ്പസാരത്തിലും പള്ളിയിൽ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. എനിക്ക് പനി വരുമ്പോൾ പോലും ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടുമായിരുന്നു. ഞാൻ മാസ്ക് വെച്ച് കുർബാന കൂടുമായിരുന്നു, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ. അങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ദൈവം തന്നതല്ലാതെ നിനക്കൊന്നുമില്ല എന്ന് ആൾക്കാരോട് പറയണമെന്നുള്ള രീതിയിലാണ് എനിക്ക് വന്നത്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ കുട്ടിയും കൊണ്ട് എവിടെ പോയാലും ആരെന്ത് ചോദിച്ചാലും ദൈവം തന്നതാണെന്നുള്ള രീതി ഞാൻ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു, കുട്ടിയുടെ കാര്യം പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ ജോലി ജനുവരി അവസാനം, ഈ 2025 ജനുവരി അവസാനം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് റിമോട്ടായിട്ടായിരുന്നു. വൈഫിനാണ് എറണാകുളത്ത് ജോലി. അപ്പോൾ ആ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് എനിക്ക് ജനുവരി മെയിൽ വന്നു. മാർച്ച് 31 എൻ്റെ ജോലി എനിക്ക് നഷ്ടമായി, ലേ ഓഫ് കാരണം.
അപ്പോഴും എനിക്ക് വിഷമങ്ങളൊന്നും വന്നില്ല. ഞാൻ സമാധാനത്തിലായിരുന്നു. കാരണം ദൈവകൃപ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അപ്പോഴും എനിക്കുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വചനങ്ങൾ വഴി പലപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തിയായിരുന്നു. അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിനും എൻ്റെ ജോലിയുടെ കാര്യത്തിനും വേണ്ടി ഞാൻ ജോസഫ് അച്ഛനെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ വന്ന് മെയ് മാസം വന്ന് കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്കൊന്നും വരില്ല, ഉടമ്പടി കൃത്യമായല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മാറ്റണമേ എന്നാണ് അമ്മ പറയുന്നതെന്ന് പറഞ്ഞു. കാരണം അച്ഛന് എൻ്റെ ഈ ജോലിയുടെ ഡോക്യുമെൻ്റ്, ഇവളുടെ ഇതിൻ്റെ ഡെലിവറിയുടെ ഡോക്യുമെൻറ്റുകളൊക്കെ ആദ്യമേ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അച്ഛൻ വന്ന് ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ ഞാൻ നന്നായിട്ട് ഈശോ നമ്മൾക്ക് കാണിച്ചു തന്ന വഴികൾ നന്നായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഫോളോ ചെയ്തു. അവസാനം ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഈ അച്ഛനെ കണ്ടതിന് ശേഷം എവിടെ ഇറങ്ങിയാലും ആദ്യമേ ചോദിക്കുന്നത്, ഈ മുടി നിങ്ങൾ കളർ ചെയ്തതാണോ അതോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്നായിരുന്നു ആൾക്കാരെല്ലാം ചോദിക്കുന്നത്. ആദ്യമേ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതായിരുന്നു. ഇവരെന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിക്കുമോ, എങ്ങനെ ഞങ്ങൾ ആൻസർ പറയും. പക്ഷേ അച്ഛനെ കണ്ട ശേഷം എല്ലാവരും ചോദിക്കുന്ന കാര്യം, കൊച്ചിന് നിങ്ങൾ എവിടെ നിന്നാണ് മുടി കളർ ചെയ്ത്, എന്തിനാണ് ഈ ചെറിയ കൊച്ചിന് മുടി കളർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം, ചിലവരൊക്കെ അമർഷത്തോടു കൂടിയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവം തന്ന മുടിയാണ് ഞങ്ങൾക്ക്, അപ്പോൾ അത് കളയാനും പറ്റില്ല, വെട്ടിക്കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ ചിലവർ വന്ന് പറഞ്ഞു, ഇത് ഗ്രേസുള്ള ഒരു മുടിയാണ്. അപ്പോൾ ഗ്രേസ് എന്ന് പറയുമ്പോൾ കൃപയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, ദൈവകൃപയിലേക്കാണല്ലോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ ഈ ഉടമ്പടി എടുത്ത ഈ അവസാനത്തെ ഈ കൃപാസനത്തിലേക്ക് ഇപ്പോൾ വന്ന അവസാനത്തെ മകനെയും മകളെയും വരെ ഈശോ രക്ഷിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അതുപോലെ മാലാഖമാരെ അതിന് പറഞ്ഞു വിട്ടതായിട്ട് കാണിക്കുന്നു എന്നുള്ള സന്ദേശം വന്നു. സെപ്റ്റംബർ 10-ാം തീയതി, ഓഗസ്റ്റ് 12-ന് ശേഷം സെപ്റ്റംബർ 10-ാം തീയതി എൻ്റെ പഴയ കമ്പനിയിലെ ഡയറക്ടർ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ ജോലി കിട്ടാതെ ഇരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ടെക്നിക്കൽ സ്കില്ലിൻ്റെ കുറവ് കൊണ്ടൊന്നുമല്ല, എൻ്റെ മെരിറ്റ് അന്നേരപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പം മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ ഇവരുടെ കൂടെ താമസിക്കണം, എറണാകുളത്ത് താമസിക്കണം. അപ്പോൾ റിമോട്ടായിട്ട് ജോലി ഓപ്ഷൻ കിട്ടിയാലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 5 ദിവസവും അല്ലെങ്കിൽ 4 ദിവസവും അവിടെ ബാംഗ്ലൂർ പോയി ജോലി ചെയ്യേണ്ട ഓപ്ഷനുകളാണ് കിട്ടുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതെല്ലാം എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി റിമോട്ടിന് വേണ്ടിയാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉടമ്പടി പുതുക്കുമ്പോൾ എല്ലാം വെച്ചതാണ്. അപ്പോഴത്തേക്ക് എന്നെ ഡയറക്ടർ എന്നെ വിളിച്ചു. ഈ 44 ദിവസത്തെ കാര്യം അച്ഛൻ പറഞ്ഞ ശേഷം ഡയറക്ടർ പറഞ്ഞു, പഴയ ജോലിയുടെ ഓപ്ഷൻ വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോൾ ഡിനോയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ജോലിയിൽ കയറിയാൽ എൻ്റെ ടീം ഏകദേശം മൊത്തമായിട്ട് തന്നെ ടീം മുഴുവൻ ലേ ഓഫായി, ഞാനും വേറൊരാളും കൂടെ ഇതെല്ലാം ചെയ്യേണ്ടി വരും, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പഴയ പൊസിഷനിൽ വർക്ക് ചെയ്താൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. ഞാൻ പരിശുദ്ധ അമ്മയോട് അന്നത്തെ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴെല്ലാം ഇത് നിയോഗമായിട്ട് വെച്ചു. എനിക്ക് ഒരു ജോലിയിൽ മുകളിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് പോയിട്ട് എനിക്ക് ആ പൊസിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിറ്റേ ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ട് ആ ദിവസം ഉച്ച കഴിഞ്ഞപ്പം എന്നെ എൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഡിനോയ്ക്ക് മുകളിലേക്ക് സീനിയർ ഓപ്ഷനിൽ നിന്ന് പ്രിൻസിപ്പൽ ഓപ്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ശമ്പളത്തിലും നിനക്ക് കയറ്റം തന്നിട്ടുണ്ട്, അപ്പോൾ നീ ഇവിടെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി തന്നെ മാത്രമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ വെക്കാമെന്ന് പറഞ്ഞ് അന്ന് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ വെച്ചു. 3-ാം ദിവസം എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിലേക്ക് വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് ഒപ്പിടാൻ പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 25 സെപ്റ്റംബർ 25 എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ് ഈ 44 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായി, ഇത് അമ്മ തന്നെ ഈശോയോട് പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഞാൻ അന്ന് രാത്രി ബൈബിൾ വായിച്ചപ്പോൾ വചനം എടുത്തു. വചനം എനിക്ക് കിട്ടിയത് യോഹന്നാൻ 13:7 അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നീ അറിയുന്നില്ല, പിന്നീട് നീ മനസ്സിലാക്കും എന്നുള്ള വചനമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ 6 മാസത്തോളം ഇങ്ങനെ റിമോട്ടായിട്ട് കഷ്ടപ്പെടുത്തി, എന്നിട്ട് പഴയ കമ്പനിയിൽ തന്നെ ഉയർന്ന സ്ഥാനത്തിൽ തന്നു, അതുകൊണ്ട് ഈശോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു സംശയം പോലെയാണ് ചോദിച്ചത്. പക്ഷേ ഈശോ അന്നേരം പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ, എനിക്ക് വീണ്ടും ഇവിടെ വന്ന് ഈ കുടുംബവും ആയിട്ട് വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ഈശോ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ 4 പേരെയും അനുവദിച്ചതിന് ഒരിക്കൽ കൂടി ഈശോയ്ക്കും പരിശുദ്ധ മാതാവിന് പ്രത്യേകമായി നന്ദി പറയുന്നു. എൻ്റെ പേര് മാത്യു ശ്രേയക്ക്. ഞാൻ ദുബായിൽ 15 വർഷമായിട്ട് ഫാമിലിയുമായിട്ട് ജോലി ചെയ്യുകയാണ്.
ഇതിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുകയായിരുന്നു. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിസ്ഥിതി അമ്മ ചെയ്തു തന്ന മറക്കാനാവാത്ത 2 അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2017 ഞങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നേതൃത്വം നൽകിയത് ഞാനാണ്. അപ്പോൾ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു. 2 പേരെ ഞാൻ തന്നെ പാർട്ട്നേഴ്സായിട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2023 ആയപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലം, കൊറോണ കാലത്തും അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് കമ്പനിക്ക് എല്ലാ വർക്കുകളും ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2023 ഞങ്ങൾക്ക് 2 നല്ല ഓർഡറുകൾ കിട്ടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 പാർട്ട്നേഴ്സ് എന്നോട് പറഞ്ഞു, ഇനി നമ്മൾ കുറച്ചുകൂടെ കമ്പനി ഒരു സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അധികാരങ്ങൾ അതോറിറ്റീസൊക്കെ കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമ്മൾ കമ്പനി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അതോറിറ്റീസ് കുറച്ച് വികേന്ദ്രീകരണം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അതിന് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് പ്രോജക്റ്റ് റിലേറ്റഡ് വർക്കുകൾ തന്നെ ചെയ്യുന്ന കാരണം ഞാനൊരു പ്രൊജക്റ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ഞാനത് ഇമെയിലിലൂടെ അവർ എന്നോട് ചോദിച്ചു, ഞാനത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ 2023 ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോൾ അവർ ഒരു ബോർഡ് മീറ്റിംഗ് എന്നും പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു. അപ്പോൾ നമ്മൾ കമ്പനി എല്ലാ UAE ലോ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും കമ്പനി UAE ലോസിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതലായിട്ടുള്ള അവഗാഹമില്ല. നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഫീൽഡാണ്. പക്ഷേ ഇവർ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചപ്പോൾ എനിക്കതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇത് നമ്മളിനി കൂടുതൽ ഫോർമലൈസ് ചെയ്യുകയാണ്, ഒരു ഫോർമൽ രീതിയിലേക്ക് കമ്പനി മാറുകയാണ്. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മെയിലിനകത്ത് ഒരു എലമെൻറ്റ് പറഞ്ഞിരുന്നത് ഇത് മാനേജർ പൊസിഷൻ മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ മാനേജർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അയാളാണ് കമ്പനിയുടെ എല്ലാ അതോറിറ്റിയും ഡിസൈഡ് ചെയ്യുന്നത്. കമ്പനിയുള്ള എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാനും അവരുടെ സാലറി ഡിസൈഡ് ചെയ്യാനും A to Z ഒരു കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് കമ്പനിയുടെ മാനേജറാണ്. അപ്പോൾ ഈ പൊസിഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അവർ അതിനകത്തൊരു അജണ്ട പോയിൻ്റ് വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു നേരായ രീതിയിലല്ല, അല്ലെങ്കിൽ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവരിത് ചെയ്യുന്നതെന്ന് തോന്നി. ഞാനതിനെ എതിർത്തു. അപ്പോൾ ഈ എതിർപ്പ്, ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള ഈ എതിർപ്പ് ഒരു നിയമപ്രദർശനത്തിലേക്ക് പിന്നെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഇവർ അവിടുത്തെ അതോറിറ്റീനെ സമീപിക്കുന്നു. അപ്പോൾ ഈ അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എക്സാക്ട്ലി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നില്ല ആ ഡോക്യുമെൻറ്റിൽ അതിനെ പറ്റിയുള്ള ക്ലാരിറ്റി, എന്നെ ഇവർക്ക് നീക്കം ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്, നമ്മുടെ എല്ലാ അതോറിറ്റിയിലും തുടങ്ങിയതാണ്. പക്ഷേ ഇവർ ആ ഒരു ലോസിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ അതോറിറ്റീനെ സമീപിച്ച് നമ്മളെ മാറ്റുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നമുക്ക് നഷ്ടമായി. ഇങ്ങനെ കമ്പനിയുടെ മാനേജർ പൊസിഷൻ നഷ്ടമായെങ്കിലും നമ്മളവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ കമ്പനിയുടെ ഭരണം അത് പിടിച്ചെടുത്തു. അപ്പം കമ്പനി പിന്നെ നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ആ സമയത്ത് ഒരു 2023 ജൂണൊക്കെ ആയപ്പോഴത്തേക്കും അവർ മാനേജർ സ്ഥാനം മാറ്റി. ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്ക് എൻ്റെ വിസ എക്സ്പയർ ചെയ്യാവുന്ന സമയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതുക്കി തരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കാരണം അവർ അത് പുതുക്കാതെ വെച്ച് താമസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മാസം കൂടെ അങ്ങനെ താമസിച്ച് കഴിഞ്ഞാൽ ഈ വിസ എക്സ്പയർ ആയി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ കമ്പനി അവർക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാം, നമ്മളൊരു ഷെയർ ഹോൾഡർ മാത്രമായിട്ട് നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മളറിയാവുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദുബായിൽ ഞാൻ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു സഹോദരൻ എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഒരു കാർഡ് തന്നു. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതൊരു തവണ വായിച്ചു. അതിനെ നിയോഗം പറയുക എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ നിയോഗം പറഞ്ഞു. അപ്പോൾ അന്ന് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള നിയോഗം. അപ്പോൾ സെപ്റ്റംബർ 25 എൻ്റെ വിസ എക്സ്പയറി ആകും. അപ്പോൾ ഒരു സെപ്റ്റംബർ ആദ്യ വാരമാണ് എനിക്ക് ഈ കാർഡ് കിട്ടുന്നതും ഇത് വയ്ക്കുന്നതും. സെപ്റ്റംബർ 23 ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, ഇവർ എന്തായാലും ഇത് തരില്ല, അപ്പം നമുക്കെന്ത് ചെയ്യാം, ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഗോൾഡൻ വിസ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UAE-ൽ. എങ്കിലും ഞാൻ 23 2 ദിവസം മാത്രമേ മുന്നിലുള്ളൂ, ഞാൻ വിസ അപ്ലൈ ചെയ്തു. 24 ആയപ്പോൾ 24 രാവിലെയാണ് ഇത് ഫയൽ ചെയ്തത്. ഫയൽ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ ഫയൽ ചെയ്യുന്ന ലേഡി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇത് ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കേണ്ടടുത്ത് 2 മാസത്തെ സാലറി ട്രാൻസ്ഫർ എന്ന് കാണിക്കുന്നില്ല, അതിൽ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മിക്കവാറും ഇത് റിജക്റ്റ് ആവും. തന്നെയല്ല 25 നാളെ വിസ എക്സ്പയറി ആകും.
അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫീസ് നഷ്ടപ്പെടും. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവർ പുതുക്കി തരില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കൃപാസനത്തെ പറ്റി ഈ ഒരു കാർഡ് കിട്ടിയതും ഈ നിയോഗം പറഞ്ഞതും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്ഭുതം എന്ന് പറയട്ടെ, 24-ാം തീയതി ഫയൽ ചെയ്തു. 24-ാം തീയതി വൈകുന്നേരമായപ്പോഴേ എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. 24-ാം തീയതി സൺഡേ ഞാൻ മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് യുവർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ്. പക്ഷേ 25-ാം തീയതി രാവിലെ ഞാൻ 24-ാം തീയതി തന്നെ തിരിച്ചു ചെന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, കാരണം എൻ്റെ വേറെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ആ അറബി ലേഡി എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ തന്നെ റീസബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോരുകയും ചെയ്തു. 25-ാം തീയതി രാവിലെ ആയപ്പോൾ, അന്ന് എൻ്റെ വിസ എക്സ്പയറി ആവുന്ന ദിവസമാണ്, രാവിലെ യൂട്യൂബിൽ ഞങ്ങളിത് സ്കാൻ ചെയ്തതുകൊണ്ടായിരിക്കണം, യൂട്യൂബിൽ ഇതെടുത്തതുകൊണ്ടായിരിക്കണം, എനിക്ക് യൂട്യൂബിലൊരു മെസ്സേജ് കയറി വന്നു. അതിലൊരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾ കൃപാസനത്തിൽ നിന്നുള്ളതായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി, ഇത് നമ്മൾ തിരി കത്തിച്ച് വെച്ചിട്ട് വേണം ഈ പ്രാർത്ഥന കൂടാനെന്ന്. അങ്ങനെ തിരി കത്തിച്ച് വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടിയപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും, ഞങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വന്നു, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഗോൾഡൻ വിസ അവിടെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതാണ് ഞങ്ങളുടെ ഈ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയുള്ള 2 കടമ്പകൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന്, അവർ വിസ ക്യാൻസൽ ചെയ്ത് തരണം. രണ്ടാമത്തത് മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ മെഡിക്കൽ നമ്മൾ നേരത്തെ എടുത്ത് പാസ്സായിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് വിസ ക്യാൻസൽ ചെയ്യണം. വിസ ക്യാൻസൽ ചെയ്യാൻ സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്ത് തരും. പക്ഷേ എൻ്റെ കേസിൽ ഇവർ ഈ ഷെയർ ഹോൾഡേഴ്സ് നമ്മളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവരൊരിക്കലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞു, നിൻ്റെ എംപ്ലോയ്മെൻറ്റ് റിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ക്യാൻസൽ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് അവർ 1 മാസത്തോളം എന്നെ ഇങ്ങനെ അതിനകത്തൊന്നും ചെയ്തു തരാതിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കൃപാസനത്തെ പറ്റിയുള്ള കൂടുതൽ പ്രാർത്ഥനകൾ ഞാൻ കാണുന്നത് യൂട്യൂബിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഈ വിസ ക്യാൻസൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, തീർത്ഥാടന ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 25-ാം തീയതി, സെപ്റ്റംബർ 25-ാം തീയതി എൻ്റെ വിസ എക്സ്പയറി ആകും. 18-ാം തീയതി ആയപ്പോഴേക്കും ഇവരെനിക്ക് യാതൊന്നും തന്നെ പറയാതെ തന്നെ ഇവരെ ക്യാൻസൽ ചെയ്ത് തന്നു. അങ്ങനെ എനിക്ക് ഗോൾഡൻ വിസ ലഭിച്ചു. അത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ലീഗൽ അതോറിറ്റിയും അവരുടെ അഡ്വക്കേറ്റ്സും എല്ലാവരും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ എക്സ്ചേഞ്ചുകളും കാര്യങ്ങളെല്ലാം നടത്തി. ഞാൻ മേജർ ഷെയർ ഹോൾഡറാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അവർക്ക് ഒന്നും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല, പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ഗോൾഡൻ വിസ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ ആൾത്താരിൽ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 21-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി നിയോഗമായിട്ട് അപ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വന്നു, എന്തെങ്കിലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ വേണം നമ്മൾ ഉടമ്പടിയിൽ വെക്കാനെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ നഷ്ടപ്പെട്ടു പോയ മാനേജർ പൊസിഷൻ അവിടെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ചലഞ്ചായിരുന്നു. കാരണം അവിടെ ഒരു ലീഗൽ ഫെയിമിനെയൊക്കെ വെച്ചിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, ഇത് തിരിച്ചു പിടിക്കുക, അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത നിയമമാണ്. അപ്പോൾ പിന്നെ എല്ലാം അറബിക് ലാംഗ്വേജിലാണ് ലോസ് എല്ലാം നടക്കുക, അവരുടെ പേപ്പേഴ്സ് എല്ലാം കിട്ടുന്ന അറബിക്കിലാണ്. നമ്മളതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിനകത്തൊരു പൂർണ്ണതയുണ്ടാവില്ല, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള സ്ഥിതിയിലിരിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലോ ഫേം വളരെ ഒരു ചെറിയ ലോ ഫേമാണ്. ഒരു ചെറിയ നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ലോ ഫേമിനെ അപ്രോച്ച് ചെയ്തത്. അതേസമയം അവർ നമുക്കെതിരെ വെച്ചത്, അവർ കമ്പനിയുടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം അവർക്ക് വളരെ UAE നമ്പർ 1 ലോ ഫേമാണ് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരൊരു കൺസൾട്ടൻറ്റിനെയും വെച്ചു. അങ്ങനെ 2 ലോ ഫേമാണ് നമുക്ക് എതിരെ നിന്നിട്ട് അവർ പോരാടുന്നത്. അതും നിയമത്തിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞത്, നമുക്കൊരു 50% ചാൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട്, എങ്കിലും നമ്മൾ ഇത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോയി. ഒക്ടോബർ മാസം 2023 നമ്മൾ 31-ാം തീയതി ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം കേസ് ഫയൽ ചെയ്തു.
അങ്ങനെ നവംബറായി, ഡിസംബർ ആദ്യവാരമായപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ എക്സാക്ട്ലി ഈ മിനിയേച്ചർ രൂപം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും കേസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ജയിക്കും. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതുപോലെ എനിക്ക് ഗോൾഡൻ വിസ നേരത്തെ കിട്ടി, അത് വളരെ ഷോർട്ട് ടൈമിലാണ് കിട്ടിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കോടതി ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. ഈ കമ്മീഷൻ ഒരു 3 months എടുത്തു. അങ്ങനെ 2024 ജനുവരി ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഫെബ്രുവരിയിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഒരു ഫെബ്രുവരി മിഡായപ്പോൾ ഇവർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. പക്ഷേ ആ റിപ്പോർട്ട് നമ്മൾ വളരെ അനുകൂലമായിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും, കാരണം ഇവർ പറഞ്ഞ എല്ലാ പോയിൻറ്റും നമ്മൾ അതിന് കണ്ടിക്കുന്ന പോയിൻറ്റുകളെല്ലാം നമ്മൾ കൊടുത്തു, എല്ലാം അനുകൂലമായ പോയിൻറ്റുകളാണ് കൊടുത്തത്. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിരുന്നില്ല. അങ്ങനെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മേലുള്ള വിധി 2024 മാർച്ച് മാസത്തിൽ ആദ്യത്തെ വിധി വന്നു. ആ വിധി നമുക്ക് അനുകൂലമായിരുന്നു. ആ വിധി എന്തായിരുന്നു ചോദിച്ചാൽ, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു വിധി വന്നപ്പോൾ അവർക്ക് അതൊരു പരാജയം പോലെ അവർ ഫീൽ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് അവർ ടെർമിനേറ്റ് ചെയ്തു. അവർക്കത് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല എങ്കിൽ പോലും അവരായിരുന്ന പവർ യൂസ് ചെയ്തിട്ട് അവർ എൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് കമ്പനിയിൽ പോകാൻ മേലാതായി. പിന്നെ കമ്പനി കംപ്ലീറ്റ് അവരാണ് 2024 ഏപ്രിൽ മാസം മുതൽ റൺ ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ കമ്മീഷൻ കോർട്ട് വെച്ചു. അത് 2024 ജൂലൈയിലാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ വളരെ അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു, ഓക്കെ ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും നമുക്ക് അനുകൂലമായ വിധി ലഭിക്കും. പക്ഷേ ഒന്നും ലഭിച്ചില്ല. ഒക്ടോബറിൽ നമ്മൾ വിചാരിച്ചു നമുക്ക് ലഭിക്കും, പക്ഷേ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഒക്ടോബർ എൻഡ് ആയപ്പോഴേക്ക് 2025 ജനുവരിയിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇത് വന്നു, വെർഡിക്റ്റ് ജനുവരിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2025 വെർഡിക്റ്റ് വന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു, ലോവർ കോർട്ടിൽ പരാജയപ്പെട്ടു. അപ്പോൾ നമുക്ക് വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. കാരണം നമ്മൾ കമ്പനിയിൽ ജോലി പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ തന്നെ പടുത്തുയർത്തിക്കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ അവിടെ നിയമപരമായിട്ട് നമുക്ക് തിരിച്ച് കയറേണ്ട അവസ്ഥ, ഇതെല്ലാം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല. 2025 ജനുവരി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പീൽ കോർട്ടിൽ ട്രൈ ചെയ്തു. അപ്പീൽ കോർട്ടിൽ ട്രൈ ചെയ്ത് അതിൻ്റെ വെർഡിക്റ്റ് ഏപ്രിൽ മാസത്തിൽ വന്നു. ഏപ്രിൽ മാസം വന്നപ്പോൾ അവിടെയും നമ്മൾ പരാജയപ്പെട്ടു. ഇതിനകത്തെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, പോയിൻറ്റ്സുകളാണ് നമ്മൾ വരുന്നത്. നമ്മളെല്ലാം നമ്മുടെ മെറിറ്റിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒക്കെ നമ്മൾ മൈൻഡിൽ വിചാരിക്കും ഇതെല്ലാം നമുക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റും, കാരണം വരുന്ന പോയിൻറ്റുകളൊക്കെ നമുക്ക് കണ്ടിക്കാൻ പറ്റുന്ന പോയിൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതെല്ലാം ജയിക്കാൻ പറ്റും. പക്ഷേ നേരെ വിപരീതമായിട്ട് നമ്മൾ 2 കോർട്ടിലും തോറ്റു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സുപ്രീം കോർട്ടിൽ 2025 മെയ്യിൽ വീണ്ടും ഫയൽ ചെയ്തു. 2025 മെയ്യിൽ ഫയൽ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുമില്ല. എല്ലാം 100% നമ്മൾ മാതാവിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാതാവിന് വിട്ടുകൊടുത്തു. കമ്പനിയും മാതാവിന് വിട്ടുകൊടുത്തു. ഇനി നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നല്ലതാണെങ്കിൽ മാത്രം മാതാവെ ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ സമയത്ത് ഈ കേസിൻ്റെ ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും കോടതി വരുമ്പോൾ നമ്മൾ കോടതിയുടെ പരിസരത്ത് അവിടെയെല്ലാം പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ നമ്മുടെ ഓഫീസ് ചെയ്യുന്ന കോംപ്ലക്സിൽ അതിൻ്റെ ചുറ്റും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. തൈലം കമ്മീഷൻ്റെ റിപ്പോർട്ടിന് കമ്മീഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 2025 മെയ് മാസത്തിൽ സുപ്രീം കോർട്ടിൽ കേസ് നമ്മൾ ഫയൽ ചെയ്തു. നമുക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു ഈ കേസ് ജയിക്കുമെന്ന്. കാരണം കംപ്ലീറ്റ് കമ്പനിയുടെ പ്രവർത്തനം അവർ കൈക്കലാക്കി, നമുക്ക് യാതൊരുവിധ കണക്ഷൻസും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂലൈ 18-ാം തീയതി ആദ്യമായിട്ട് സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് വന്നു. ആ വെർഡിക്റ്റ് നമുക്ക് അനുകൂലമായിരുന്നു. സാധാരണഗതിയിൽ സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് വന്നാൽ അതോടുകൂടി കേസ് തീരും. പക്ഷേ ഇവിടെ ഒരു എടുത്തു പറയേണ്ട കാര്യം, ഈ 18-ാം തീയതി വിധി വന്നപ്പോൾ സുപ്രീം കോർട്ട് വിധിച്ചത് താഴെയുള്ള 2 ലോവർ കോർട്ടിലും പോയിട്ട് ആ വിധി തിരുത്തി വാങ്ങിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെന്നും തന്നെ പ്രാർത്ഥിച്ചിരുന്നു, ഏശയ്യ 54:17 ഒരു വചനം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിന്നെ ഒരു ഇതും കണ്ടിക്കുകയില്ല എന്നുള്ള ഒരു വചനം വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ പ്രകാരം ഈ സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് താഴത്തെ 2 കോർട്ടിലും പോയിട്ട് നമുക്കെതിരെ പുറപ്പെടുവിച്ച ആ വിധി കണ്ടിച്ച് അത് തിരുത്തി വാങ്ങിക്കണം എന്നായിരുന്നു. അങ്ങനെ ആ വിധി തിരുത്തി നമുക്ക് ലഭിച്ചത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ പെരുന്നാളായിരുന്നു.
അപ്പോൾ അന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെപ്റ്റംബർ 10-ാം തീയതി ഈ 2 ലോവർ കോർട്ടിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി തിരിച്ചു കിട്ടി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മാനേജർ പൊസിഷനും മറ്റു കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടി. കമ്പനി ഈ ഒരു 2 വർഷ കാലയളവിൽ വളരെയധികം ഉന്നതിയിലായിരുന്ന കമ്പനി, അതായത് 10-30ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും പക്ഷേ നമുക്ക് മാതാവിൽ കുറച്ച് വിശ്വാസമുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് നയിക്കാൻ പറ്റും, ഇവിടുന്ന് ഇത് പടുത്തുയർത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം മാതാവിൽ നമുക്കുണ്ട്. പിന്നെ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുകയാണെങ്കിൽ വിസയ്ക്ക് വേണ്ടി വിഷമിച്ചിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിസ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ അവർക്ക് മെഡിക്കൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ കാർഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്കിവർ കേസുമായിട്ടുള്ള കാര്യങ്ങളായത് കാരണം അവർ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. എങ്കിലും മാതാവ് ഞങ്ങളെ ഈ 2 വർഷക്കാലം, ഞാൻ ഫാമിലിയായിട്ടാണ് അവിടെ, അപ്പം നമ്മളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഞങ്ങളെ സംരക്ഷിച്ചു. അത് വളരെ അത്ഭുതകരമായിരുന്നു. പിന്നെ ആത്മീയ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് മാതാവ് ഒരു അനുഗ്രഹം തന്നു. സൺഡേ മാത്രം പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് കമ്പനി പോകാൻ മേലാതായി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു പ്രേരണ കിട്ടി. അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾക്ക് അവിടെ ദുബായ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു വചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. കുർബാന കഴിയുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ്, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്നുള്ളൊരു വചനം വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ എന്നും പറയും, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരണം അമ്മേ. കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, യൂറോപ്പിലെവിടെയോ ഒരു 1000 തവണ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കുർബാന പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് തീനാളത്തിൽ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു രൂപം പോലെ ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതിൻ്റെ വിധി വന്ന ദിവസം കാണുവാൻ സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് റോസ്മി, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ ചങ്ങനാശ്ശേരി തോട്ടയ്ക്കാട് നിന്നാണ് വരുന്നത്. എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാനും അമ്മയും ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം പറയാം. ഒരു ദിവസം അമ്മയ്ക്ക് നല്ലൊരു തലവേദന വന്നു. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ സ്കാനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പെയിൻ കില്ലേഴ്സൊക്കെ കൊടുത്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിലിങ്ങ് പോന്നു. പക്ഷേ തലവേദന കുറഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ ഡോക്ടർ MRI സ്കാനും CT സ്കാനും ഒക്കെ എടുക്കാൻ പറഞ്ഞു. അതിൽ റിസൾട്ട് വന്നത് അമ്മയുടെ ബ്രെയിനിൽ നെർവ് 2 പൊട്ടിയിട്ടുണ്ട്, കൂടാതെ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ വിഷമിച്ചു. അതിനുശേഷം ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ചേച്ചി ഉടമ്പടിയിലായിരുന്നത് കൊണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് കാശുരൂപം അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ആ കാശുരൂപം വെച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത ഒരു റിസൾട്ടിൽ ആൻജിയോഗ്രാം ചെയ്യുമ്പം റിസൾട്ട് നോർമലാണ്, ബ്ലീഡിങ് ഇല്ലയെന്ന് കാണുവാണെങ്കിൽ അമ്മയുടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. ഞാനും അത് തന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെ കാശുരൂപം വെച്ച് അമ്മ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാമിൻ്റെ റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞത് ബ്ലീഡിങ് ഇല്ല, നോർമലായെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതിനുശേഷം ഞങ്ങൾ 3D DSA ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറിന് തന്നെ ഭയങ്കര കൺഫ്യൂഷനായി. ഞങ്ങൾ 3D DSA ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ. അങ്ങനെ അവിടെ ചെന്നും റിസൾട്ട് വന്നത് ബ്ലീഡിങ് ഇല്ല, നെർവൊന്നും പൊട്ടിയിട്ടില്ല എന്നായിരുന്നു. ഇത്രയും വലിയൊരു രോഗത്തിൽ നിന്ന് അന്യൂമറിസം എന്ന് പറയുന്ന ഒരു രോഗമാണെന്നാണ് ഡോക്ടർ സംശയിച്ചിരുന്നത്. അതൊന്നും ഇല്ലാതെ ഞങ്ങളെ മാതാവ് രക്ഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അമ്മ ഇപ്പം ഗുളികളൊന്നും കഴിക്കുന്നില്ല, പ്രഷറിൻ്റെ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു തലവേദന ഒന്നും വന്നിട്ടില്ല. മാതാവ് അത് പൂർണ്ണമാക്കി മാറ്റി. അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ കടബാധ്യതയുണ്ട്, കുറച്ച് ലോൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം കൊറോണ വന്നപ്പം ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു തുകയായിട്ട് മാറി. അപ്പോൾ ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നു, പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു തുക അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കൊണ്ടത് പെട്ടെന്ന് അടയ്ക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്സ് ആയിരുന്നു. അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങി മാതാവിൻ്റെ. അച്ഛൻ കൊടുത്തൊരു കാശുരൂപം ഉണ്ടായിരുന്നു. അത്
ആ സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ചു. അതിന് ഫലമായിട്ട് ആ സ്ഥലം വിറ്റു. ഞങ്ങൾ ആ ലോണും ഇത്രയും വലിയൊരു എമൗണ്ട് ലോണും അടച്ചു തീർക്കാനായിട്ട് മാതാവ് സഹായിച്ചു. അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അടുത്തെന്ന് പറഞ്ഞാൽ അമ്മ ഉടമ്പടി എടുത്തത് 4 മെയ് 2024 അതിനുശേഷം എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനൊരു സാക്ഷ്യമായിട്ട് വെച്ചിരുന്നത് ഞാൻ BCA ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് കൊണ്ട് അമ്മയുടെ വിശുദ്ധ ഉപ്പും തൈലവും കൊണ്ട് ഞാൻ എക്സാം ഹോളിൽ കയറി വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 6 എന്നുള്ളൊരു സ്കോറാണ് മാതാവ് തന്നത്, 6. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ എഴുതണമെന്ന്. പക്ഷേ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ ആ സമയത്ത് കേൾക്കുകയുണ്ടായി. 6 എന്ന് പറയുന്നത് മാതാവിൻ്റെ സ്കോറാണെന്നുള്ളത്. ഞാനപ്പം IELTS ഒന്നുകൂടെ എഴുതിയൊന്നുമില്ല. ഞാൻ ആ സ്കോർ വെച്ച് മുമ്പോട്ടങ്ങ് പോയി ജർമ്മനിക്ക് ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ നെക്സ്റ്റ് ഇൻടേക്ക് ആയിട്ടും എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. റിജക്ഷൻ വന്നു. അങ്ങനെ എൻ്റെ 1 വർഷം പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല, മാതാവിൻ്റെ ഇഷ്ടമുള്ള ഒരു കൺട്രി തന്നെ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഏജൻസിയിൽ നിന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അയർലൻഡ് എന്നുള്ളൊരു കൺട്രി നോക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിനോട് ചോദിച്ചിട്ട് അയർലൻഡിനുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടു. അത് പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വന്ന ബസ്സിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സാക്ഷ്യത്തിലും ധ്യാനത്തിലും ഒക്കെ കേട്ടിട്ടുണ്ട് സുഗന്ധാഭിഷേകം കിട്ടുന്നത് മാതാവിൻ്റെ പ്രസൻസ് ആണെന്നുള്ളത്. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് വന്നു. അമ്മ എന്നോട് പറഞ്ഞു ഇന്ന് നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുമെന്ന്. പക്ഷേ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മുല്ലപ്പൂവിൻ്റെ മണം മാതാവിൻ്റെ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ അടുത്തുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിലൊക്കെ നോക്കി, ബസ്സല്ലേ. പക്ഷേ ചെറിയ ആൾക്കാർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാലും ഞാൻ അന്ന് രാത്രിയിലാണ് തലേദിവസം ഇട്ട ആപ്ലിക്കേഷൻ എനിക്ക് ഓഫർ ലെറ്റർ മാതാവ് തന്നു. അപ്പം അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഉദ്ദേശിച്ച കൺട്രി ജർമ്മനി ആയിരുന്നില്ല, അയർലൻഡ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ മാതാവിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ലോൺ എടുക്കുക എന്നുള്ളതായിരുന്നു. ലോൺ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒരു ബാങ്കിൽ നിന്നും കിട്ടിയിരുന്നില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ഈസി പ്രോസസ്സായിരിക്കും, സ്ഥലമുണ്ട്, ലോൺ വെക്കുക, പൈസ കിട്ടുക, പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര എമൗണ്ട് ഒരു ബാങ്കിൽ നിന്നും കിട്ടിയിരുന്നില്ല. കുറേ ബാങ്കിൽ കയറി ഇറങ്ങി. പക്ഷേ അച്ചാച്ചൻ്റെ ഒരു ഫ്രണ്ട്, കൃപാസനത്തിൽ വരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു ബാങ്കിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും വിശുദ്ധ ഉപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പം പേഴ്സണൽ ലോൺ തരാമെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ ലോൺ തരാനുള്ള ക്രൈറ്റീരിയാസ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് പേഴ്സണൽ ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പേഴ്സണൽ ലോൺ എടുത്തു. പക്ഷേ പേഴ്സണൽ ലോണും ഞങ്ങളെ കൊണ്ടാകാവുന്ന കുറച്ച് എമൗണ്ട് കൂടി കൂട്ടി ട്യൂഷൻ ഫീ അടയ്ക്കാമെന്ന് വിചാരിച്ചാലും ബാക്കിയുള്ള പ്രോസസ്സിനുള്ള എമൗണ്ട് വേണ്ടത്ര ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പൈസ വെച്ച് ഞങ്ങൾ ട്യൂഷൻ ഫീ അടയ്ക്കാതിരുന്നു. അപ്പം തന്നെ കുറേ വൈകിയിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ വിസയ്ക്കൊക്കെ വെക്കാറുള്ള ടൈം ആയിരുന്നു. അപ്പം ഞാൻ ഒരു സാക്ഷ്യം കേട്ടു. ആ സമയത്ത് ഒരു ചേച്ചിയുടെ വീട് വച്ചു. ഇന്നപോലെ എൻ്റെ അത്ര എമൗണ്ട് തന്നെയാണ് ആ ചേച്ചി എടുത്തത്. എന്നിട്ട് ലോൺ എടുക്കാതെ തന്നെയാണ് ആ ചേച്ചി വീട് വെച്ചത്. അവരുടെ വീട്ടിൽ നിന്ന് അവൻ തന്നെ പൈസ കൊടുത്ത് സഹായിച്ച് അങ്ങനെ വീട് വെച്ചു. ചേച്ചി എടുത്ത് ആ ലോണ് തിരിച്ചടച്ചു ബാങ്കിലോട്ട്. ആ വീട് വെക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ആധാരം വെച്ച് ആ ചേച്ചി എന്നും ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കുമായിരുന്നെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ആ ചേച്ചി അങ്ങനെയാണ് വീട് വെച്ചത്, ഞാൻ എന്ത് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഓഫർ ലെറ്റർ വെച്ച് പ്രാർത്ഥിക്കും, നിനക്ക് ട്യൂഷൻ ഫീ അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ട്യൂഷൻ ഓഫർ ലെറ്റർ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ ഉപ്പ് വിതറി. അങ്ങനെ പേഴ്സണൽ ലോൺ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ തന്നെ ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു പേഴ്സണൽ ലോൺ തിരിച്ചടച്ചോ, ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ തരാമെന്ന് പറഞ്ഞു. അറൗണ്ട് ഒരു 3 monthsേലും വേണ്ടതാണ് എഡ്യൂക്കേഷൻ ലോൺ. എനിക്ക് ഒരാഴ്ച കൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ തന്നു. അങ്ങനെ ഞാൻ ട്യൂഷൻ ഫീ അടച്ചു മാതാവിൻ്റെ കൃപ കൊണ്ട്. അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് ആയിരുന്നു. അത് ലോൺ എടുക്കാതെ തന്നെ മാതാവ് അത് അടപ്പിച്ചു. അങ്ങനെ അടുത്ത പ്രോസസ്സ് വിസയ്ക്ക് വെക്കുക എന്നായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ടൈം കുറേ പോയി. ഓഗസ്റ്റായി. സെപ്റ്റംബർ പോകേണ്ടത് അയർലൻഡിൽ സെപ്റ്റംബറിനാണ് പോകേണ്ടത്. അപ്പോൾ തന്നെ ഓഗസ്റ്റായി. അപ്പോൾ തന്നെ എന്നോട് ഏജൻസി എന്ന് പറഞ്ഞു ഇനിയും വച്ചിട്ട് കാര്യമില്ല, ഓഗസ്റ്റിലല്ല വെക്കേണ്ട, 3 monthേലും പ്രോസസ്സിങ് വേണം. പിന്നെ പോരാത്തതിന് എൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം എററാണ്. 40,000 എബോവ് ട്രാൻസാക്ഷൻസ് സ്റ്റുഡൻസിന് വന്നിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. യൂറോപ്പ സിവിയിലും SOPയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അമ്മയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഫുൾ എററാണ്. കൂടാതെ തന്നെ ലേറ്റ് ആയിട്ടാണ് സബ്മിറ്റും ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇൻടേക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാരണം എൻ്റെ മെറിറ്റൊന്നുമില്ല. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഞാൻ വെക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അച്ഛനെ വിളിച്ചപ്പോൾ ഇവിടെ 15 ദിവസത്തേക്ക് അച്ഛൻ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് മാതാവിന് സമർപ്പിച്ചു. അമ്മ തന്നെ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് വെച്ചു.
വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ക്ലാസ് അവിടെ തുടങ്ങിയിട്ടും എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല. 22 സെപ്റ്റംബറിന് അവിടെ ക്ലാസ് തുടങ്ങി. ഞാനപ്പം ഒരു ദിവസം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാൾ ഇങ്ങനെ തോന്നിപ്പിച്ചു, ഇന്ന് വിസ അപ്രൂവ് ആകണോ, നാളെ വിസ അപ്രൂവ് ആകണോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കൊന്ത ചൊല്ലിയപ്പം ഈശോയോട് പറഞ്ഞു, അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഇന്ന് എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടുവാണെങ്കിൽ ഞാൻ വിചാരിക്കും എനിക്ക് ഈശോ തന്നതാണെന്ന്, നാളെ ആണെങ്കിൽ ഞാൻ വിചാരിക്കും അത് മാതാവാണെന്ന്. കാരണം ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമാണല്ലോ. എൻ്റെ ഈ പ്രോസസ്സ് എല്ലാം നടന്നത് ചൊവ്വ, ബുധൻ, ശനി എന്നുള്ള മാതാവിൻ്റെ ദിവസങ്ങളിലാണ്. വേറെ ഏത് ദിവസം പോയാലും എനിക്കത് നടക്കത്തില്ല. അക്ഷയയിലൊക്കെ പോയാൽ കറണ്ടില്ല, ഭയങ്കര ആളാണെന്നൊക്കെ പറയും. ഈ 3 ദിവസങ്ങളാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ കൊന്ത ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു സാക്ഷ്യം കണ്ടു. സാക്ഷ്യം കണ്ടത് ഒരു ചേച്ചി അയർലൻഡിൽ പോയതായിരുന്നു. സാക്ഷ്യം കണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. എംബസിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിസ അപ്രൂവായി, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു 26 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു. 6 എന്നുള്ളൊരു സ്കോറും തന്നു. 26 എന്നുള്ളൊരു ഡേറ്റിൽ എനിക്ക് വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ 9 ഈ വരുന്ന തേഴ്സ്ഡേ ഞാൻ അയർലൻഡിന് പോവാണ്. മാതാവിൻ്റെ കൃപയോടുകൂടിയാണ് ഞാൻ പോകുന്നത്, ഒറ്റയ്ക്കല്ല. ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അടുത്തതായി ഞങ്ങൾക്ക് കുറച്ച് ചെറിയ അനുഗ്രഹങ്ങളൊക്കെ മാതാവ് തന്നിട്ടുണ്ട്, വലുതും ചെറുതുമായ. അതിനകത്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ലൈസൻസ് പ്രതിഷ്ഠാപന പ്രാർത്ഥനയൊക്കെ ചൊല്ലിപ്പോയി കൂടിയായിരുന്നു. അങ്ങനെ ലൈസൻസ് ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്കൂട്ടറൊക്കെ ഓടിക്കാനായിട്ട്. അത് ഞാൻ ഉടമ്പടിയിൽ ഡെയിലി ബ്രെഡ് ടൈമിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ ഇപ്പോൾ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ എനിക്ക് മിസ്സായിരുന്നു. ആധാർ കാർഡും പാസ്പോർട്ടും മെയിൻ 2 ഡോക്യുമെൻ്റാണ്. അതെനിക്ക് വീട്ടിൽ ഫുൾ തപ്പിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒട്ടും തപ്പിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, കാരണം പ്രോസസ്സിനൊക്കെ പോകുമ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, കാറിൽ പോയി നോക്കാൻ. അങ്ങനെ കാറിൽ പോയി നോക്കി, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു കാറ് ചെന്നൈ വരെ പോയതാണ് വേറെ ആൾക്കാരെ കൊണ്ട്. പക്ഷേ എൻ്റെ ആ 2 ഡോക്യുമെൻറ്റ് മാതാവ് സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ അച്ഛന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പം അതിന് തണ്ടുകൾക്കൊക്കെ കുറേ കേടാകാനായിട്ട് തുടങ്ങി. അപ്പം ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞങ്ങളത് കൃഷി ചെയ്ത് വന്നത്. അപ്പം മാതാവിൻ്റെ കശുരൂപവും വിശുദ്ധുപ്പും ഒക്കെ വിതറിയതിൻ്റെ ഫലമായി ഇപ്പം നല്ല ഫലങ്ങൾ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അടയാളങ്ങളൊക്കെ കുറേ ലഭിച്ചിട്ടുണ്ട്. തിരിയേല മാതാവിൻ്റെ ഫോട്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റാറ്റസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സിസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടത്. പച്ച വെളിച്ചം മാതാവിൻ്റെ വന്നിട്ടുണ്ട്. ഒരു ഇൻറ്റേൺഷിപ്പിന് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പൈതൻ്റെ ആയിരുന്നു ആ പ്രോഗ്രാമിങ്. പക്ഷേ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ചെയ്ത അത്രയത്തിൻ്റെ വെച്ച് സർട്ടിഫിക്കറ്റ് തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ അതിനൊട്ടും വാല്യൂ ഇല്ല. കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തരാം, ഗുണമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്കിലും ആകുമല്ലോ എന്ന് ഞാൻ തരാനായിട്ട് പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ എന്നും ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കും, എനിക്ക് ആ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. പക്ഷേ അവരെനിക്ക് അയച്ച സർട്ടിഫിക്കറ്റ്, ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ഇൻറ്റേൺഷിപ്പിന്, ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് തന്നത്. അങ്ങനെ ഞാനത് ഗ്യാപ്പ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ വിസയ്ക്ക് പോയപ്പോൾ അത് വെച്ചായിരുന്നു. പിന്നെ എനിക്കൊരു രോഗസൗഖ്യമുണ്ട്. എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു, അതെനിക്ക് മാതാവ് കുറച്ച് തന്നു. ബാക്കിയുള്ള എൻ്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാതാവ് അത് കുറച്ച് സഹിക്കാവുന്ന പോലെ ആക്കി. ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു എനിക്ക്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നല്ല കാലുവേദന ഉണ്ടായിരുന്നു. വിശുദ്ധ ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗസൗഖ്യം എല്ലാം ലഭിച്ചത്. ഇനി തുടർന്നും ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മാതാവ് സഹായിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും വഴി നടത്തുമെന്നും കൂടെ എന്നും ഉണ്ടാകുമെന്നും മാതാവ് എന്നും കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി പൊതുമേഖലയിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലൊക്കെ ഇടയ്ക്ക് പോയി രോഗികളെയൊക്കെ സന്ദർശിക്കും. അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നീഡി ഡിസേർവ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങി മാതാവിനെ സമർപ്പിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മീയമായിട്ട് വന്ന മാറ്റം, എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും സമയം നോക്കി നിൽക്കും, എന്താ തീരാത്തതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ലേറ്റായിട്ട് പള്ളിയിൽ പോയാലോ കുർബാന തുടങ്ങുന്നതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം പള്ളി പോയില്ല, നല്ല വിഷമം. അങ്ങനെ തന്നെ മാതാവ് കുറേ ചേഞ്ച് ചെയ്തു. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെയാണ് മാതാവും ഈശോയും തന്നത്. ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട്. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രീത. ഞാൻ കൊല്ലം ജില്ലയിൽ പടപ്പക്കര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റിലാണ്. ഞാനിപ്പം രണ്ടാമത് വന്ന് പുതുക്കിയത് 2024 ഓഗസ്റ്റിലാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ലാസ്റ്റ് ടൈമിൽ വന്ന് ഞാൻ പുതുക്കിയ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ജോലി സ്ഥിരതയെ പറ്റിയായിരുന്നു വെച്ചിരുന്നത്. ഞാൻ UAE അലൈനിൽ 15 വർഷമായി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ സ്റ്റാഫിൻ്റെ ഡിഡക്ഷനും സാലറി ഡിഡക്ഷനും ഒക്കെ പ്രമാണിച്ച് ഞങ്ങൾ എബോവ് 170 സ്റ്റാഫ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് അവർ ടെർമിനേഷനും സാലറി ഡിഡക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടാണ്, മാതാവേ, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവാതെ എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് വിടാനുള്ളൊരവസ്ഥ വരരുത് എന്നും. അവിടുന്ന് ഓൾമോസ്റ്റ് 130 സ്റ്റാഫിനെ അവർ ടെർമിനേറ്റ് ചെയ്ത് വിട്ടു. ഇന്നും ഞാൻ ആ സെയിം ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ 2025 മെയ് മാസം മുതൽ ഞാൻ പുതിയൊരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ആ UAEയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലുകളിലും അവരുടെ ഒരു ഓൾമോസ്റ്റ് 70 ഇമെയിൽസിലേക്ക് ഞാൻ ഡെയിലി എൻ്റെ CV അയക്കും. ഒരുപാട് ഫ്രണ്ട്സ് വഴി റെക്കമെൻഡ് ഒക്കെ ചെയ്തു. ബട്ട് എനിക്ക് എവിടെ നിന്നും തന്നെ ഒരു ഇൻ്റർവ്യൂ കോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ താമസിക്കുന്ന എൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, UAE ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ കയറാനായിരുന്നു എനിക്ക് ഒരുപാട് ആഗ്രഹം. ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴൊക്കെ ഞാൻ അതിനകത്ത് എഴുതിയിരുന്നതാണ്, എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ജോലി തന്ന് സഹായിക്കണേ. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതിനേക്കാട്ടും പകുതി സാലറി മാത്രമേ എനിക്ക് അവർ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയി വന്നു, ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടു. അതിനുശേഷം നേരെ ആ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കോമ്പൗണ്ടിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. തിരികെ ഞാൻ വീട്ടിൽ വന്നു. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ എനിക്ക് ആ സെയിം ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ കോൾ വന്നു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ് ഇൻ്റർവ്യൂ എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഓൺ ഡ്യൂട്ടിയിലാണ്. ഞാൻ 12 hours ഡ്യൂട്ടിയാണ്, മോർണിംഗ് 7 to 7. ഞാൻ വീട്ടിൽ വരുന്നത് 7:30 8 o'clock ആവും. നെക്സ്റ്റ് ഡേ 10 o'clock ഇൻ്റർവ്യൂ. എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആ നൈറ്റിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് 4 മണി വരെ ഞാനിരുന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്താണോ ആ നൈറ്റിൽ പ്രിപ്പയർ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കാശുരൂപം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധവുമാണെന്നും. ഇപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപ എൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും എൻ്റെ കാശുരൂപ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിക്കാതെ എനിക്ക് നന്നായിട്ട് ഇൻ്റർവ്യൂ പറയാൻ പറ്റി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ആ സെയിം ഹോസ്പിറ്റലിൽ ഞാൻ ആഗ്രഹിച്ച അതേ പാക്കേജിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് യാതൊരു റിപ്ലൈയും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അവിടുന്ന് ഫർദറായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണോ ഒന്നും സംഭവിക്കാത്തത്. അപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ അവിടെ ഗൾഫിലാവുന്ന കാരണം എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ മമ്മി എന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വരുന്നോ നെക്സ്റ്റ് ഒരു 1 or 2 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും. അപ്പം മമ്മി വന്നിവിടെ പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കിക്കോ 3 ഡേയ്സിനുള്ളിൽ നിനക്കൊരു റിപ്ലൈ വരും. വന്ന് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് അവിടുത്തെ HR-ൽ നിന്ന് മെയിൽ വന്നു, ആർ യു സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ് ഓഫർ. 1 month ശേഷമാണ് ഈ ഒരു മെയിൽ വരുന്നത്. യൂഷ്വലി ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 3 working ഡേയ്സിനുള്ളിൽ സൈനിട്ട് അയച്ചില്ലെങ്കിൽ അത് ഇൻവാലിഡാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ്, അതും ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് HR-ന് അവർക്ക് എൻ്റെ ഓഫർ ലെറ്റർ, സൈൻഡ് ഓഫർ ലെറ്റർ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് റിജക്റ്റ് ചെയ്ത് കളയാവുന്ന മാത്രമേ ഉള്ളൂ. അവരെനിക്ക് മെയിൽ അയച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം അയച്ചു. പക്ഷേ എന്തോ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നുകയാണ് അവിടെ ഒന്ന് പോയി ഡയറക്റ്റ് അന്വേഷിക്കാം. പക്ഷേ ഒരിക്കലും HR ഓഫീസിലേക്ക് നമ്മളെ കടത്തിവിടില്ല. അവിടെ സെക്യൂരിറ്റി നമ്മുടെ ആ ഫ്രണ്ടിൽ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യും. ബട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കരുതിയിട്ട് എൻ്റെ കാശുരൂപം കൈപിടിച്ച് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് പോയി. അവിടെ ചെന്നപ്പം സെക്യൂരിറ്റി എടുത്ത് സംസാരിച്ചു. സെക്യൂരിറ്റി പറഞ്ഞു, പൊക്കോ, കയറി പൊക്കോളാൻ പറഞ്ഞു. HR ഓഫീസ് 3rd ഫ്ലോറിലാണ്. ഞാൻ അവിടെ കയറി ചെന്നു. 1st ഫ്ലോറിലാണ്. ഞാൻ അവിടെ ചെന്നു, അവരുടെ അടുത്ത് സംസാരിച്ചു.
ഈ മാഡം ഒരാൾക്ക് പോലും ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു നേരിൽ കാണാനോ ഒന്നും സമ്മതിക്കാത്ത ഒരു മാഡം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവരവരുടെ ഓൺ ലാപ്ടോപ്പ് അവരുടെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് റിസപ്ഷനിലേക്ക് വന്നിട്ട് എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ നോക്കിയപ്പം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റും അവരുടെ മെയിൽ ഐ ഡി കിട്ടിയിട്ടില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ മെയിൽസ് എന്തോ റെസ്ട്രിക്റ്റഡ് ആയിട്ടോ എന്തോ കിടക്കുമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കി എൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം സ്പോട്ടിൽ അയച്ചു കൊടുത്തു. ആ സ്പോട്ടിൽ തന്നെ അവരെനിക്ക് മെഡിക്കലിന് വേണ്ടിയിട്ട് മെയിൽ അയച്ചു. അന്ന് തന്നെ ഞാൻ മെഡിക്കൽ ചെയ്തു, മെഡിക്കൽ ഫിറ്റായി. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി നാട്ടിൽ വന്നാണ്. എനിക്കിപ്പോൾ റിസൈൻ വെച്ചോന്നും പറഞ്ഞ് മെയിൽ ഇപ്പോൾ 2 ദിവസത്തിന് മുൻപ് വന്നു. എനിക്ക് 20th ഒക്ടോബറിന് എനിക്ക് ജോയിനിങ് പറഞ്ഞേക്കാണ്. അപ്പം 20th ഞാൻ ജോയിൻ ചെയ്യും. ഈ ഇൻ്റർവ്യൂവിന് വിളിക്കാതിരുന്ന ഒരു 2 മാസങ്ങളിൽ ഞാൻ എന്നും വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തേ എന്നെ വിളിക്കാത്ത എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എൻ്റെ കുറേ പ്രോബ്ലംസൊക്കെ, കാരണം കുമ്പസാരിക്കുന്നതൊക്കെ മാസത്തിലൊന്നും ഞാൻ അങ്ങനെ കുമ്പസാരിക്കില്ലായിരുന്നു. ഞാനത് കറക്റ്റ് ചെയ്തു. മാസത്തിലും അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ പോയി കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രോബ്ലം ഒരാളുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്ന് സോറി പറയുക, അവരുടെ അടുത്ത് ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാനിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയില്ല, മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വൈരാഗ്യമുണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് ഒരു 1 വീക്കിനുള്ളിലാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും ഈ ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കും. നമ്മൾ ഇവിടെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇടവകയിലും അവിടെ UAE ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഇടവകയിലും പിന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പ്, അങ്ങനെ പബ്ലിക്കായിട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല എങ്കിലും ബസ് സ്റ്റോപ്പിലൊക്കെ പതുക്കെ നിന്ന് മലയാളീസ് ആണെന്ന് കാണുന്നവരുടെ കയ്യിൽ കൊടുക്കും. അല്ല അറബ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോൾക്ക് കുറച്ച് അറബി സംസാരിക്കാൻ അറിയാം, അവളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചിട്ട് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബ്രദർ, അവർക്കൊക്കെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞാൽ ഡെയിലി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു. ഗൾഫിലൊക്കെ ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആകെ 3 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ചർച്ചിലേക്ക്. അപ്പോൾ ഡെയിലി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു, കുമ്പസാരിക്കാൻ പറ്റുന്നു, 30 മിനിറ്റ്സ് ബൈബിൾ റീഡ് ചെയ്യാൻ ഡെയിലി പറ്റുന്നു. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വായിക്കും, സങ്കീർത്തനം 91 വായിക്കും, നൃത്തം, ആ ഒരു ശീലമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഡെയിലി ബൈബിൾ വായിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം നൽകി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.